സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസുകൾ സിബിഐക്ക് വിട്ടു. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുകളാണ് സിബിഐക്ക് വിട്ടത്. വിജിലൻസിന്റെയും പോലീസിന്റെയും അന്വേഷണങ്ങൾ തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 9 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. കളമശ്ശേരി സ്വദേശി ഷെരീഫ, തിരുവനന്തപുരം സ്വദേശി പ്രേംചന്ദ് ആർ നായർ എന്നിവരാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കളമശ്ശേരിയിൽ 1.16 ഏക്കർ ഭൂമിയും കടകംപള്ളിയിൽ 12.5 ഏക്കർ ഭൂമിയും സലീം രാജ് ഉൾപ്പെടുന്ന സംഘം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് അന്വേഷണം ഉന്നത ഇടപെടലിനെ തുടർന്ന് അട്ടിമറിക്കപ്പെട്ടുവെന്നും അതിനാൽ സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജികൾ സമർപ്പിച്ചത്. സർക്കാരിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ സിബിഐ അന്വേഷണത്തെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് എതിർപ്പില്ലെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ വിരോധമില്ലെന്ന് സിബിഐയും അറിയിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട വാദങ്ങൾക്കൊടുവിൽ ഭൂമി തട്ടിപ്പ് കേസ് സിബിഐക്ക് വിടാൻ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ഉത്തരവിടുകയായിരുന്നു. ഹർജിക്കാരനായ AK നാസർ, മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്നുള്ളത് തോന്നിയത് എനിക്ക് രണ്ടാമത് മുഖ്യമന്ത്രി കണ്ടപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് താല്പര്യമാണെന്ന് ബോധ്യപ്പെട്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സംഭാഷണം മറ്റു കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. അന്ന് ആദ്യം എടുത്ത നിലപാട് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കണ്ടപ്പോൾ പറയുന്നു അത് ഭൂമി സർക്കാർ ഭൂമിയാണ്, ഞങ്ങൾ റവന്യൂ വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രി നോട്ട് എടുത്തപ്പോൾ നിങ്ങളുടെ ഭൂമിയാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് നിർബന്ധിക്കുന്നു 40 കോടി വിലയുള്ള ഭൂമിയാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് കണ്ടുകെട്ടണം എന്നാണ് പ്രതിപക്ഷ നേതാവ് നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് കണ്ടുകെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CBCID ഞങ്ങളുടെ മൊഴിയെടുത്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നയാൾ കേസിൽ പ്രതിയായതിനാൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി വാദമധ്യേ പരാമർശിച്ചിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ DGP ഉൾപ്പെടെയുള്ളവർക്ക് ഭയമാണോ എന്നും കോടികളുടെ ഭൂമി ഇടപാടിൽ രാഷ്ട്രീയ ഉന്നതരടക്കമുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നതടക്കമുള്ള കടുത്ത പരാമർശങ്ങളും സർക്കാരിനെതിരെ കോടതി നടത്തിയിരുന്നു. ഇതിനിടെ കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറിയും വിജിലൻസും നടത്തിയ അന്വേഷണ റിപ്പോർട്ടും കോടതി പരിശോധിച്ചിരുന്നു. വിവിധ അന്വേഷണ റിപ്പോർട്ടുകളുടെയും ഹർജിക്കാർ സമർപ്പിച്ച രേഖകളുടെ വിശദ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഭൂമി തട്ടിപ്പ് കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ ഉന്നത ഭരണ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ കഴമ്പുള്ളതായി ഹൈക്കോടതിയുടെ നിരീക്ഷണം. മുഖ്യമന്ത്രിക്കെതിരെയും ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമുയർത്തി. പേഴ്സണൽ സ്റ്റാഫുകളുടെ ചെയ്തികളിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുള്ളതായി കോടതി പറഞ്ഞു. 140 പേജുള്ള വിധിന്യായത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്. ഭൂമി തട്ടിപ്പ് ആർക്കുവേണ്ടി എന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. വിശ്വാസ്യതയില്ലാത്ത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയാണ് മുഖ്യമന്ത്രി നിയമിച്ചത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ ചെയ്തികളിൽ മുഖ്യമന്ത്രിക്കും ബാധ്യതയുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിനും ഒഴിവാകാനാവില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ എന്തും ചെയ്യാൻ മടിക്കാത്തവരുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സോളാർ കേസിലും ഭൂമി തട്ടിപ്പ് കേസിലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെട്ടത് ജനങ്ങളെ ഞെട്ടിപ്പിച്ചുവെന്നും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് പറഞ്ഞു. സ്റ്റാഫ് ഉൾപ്പെട്ട കേസുകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുമെന്ന് കരുതാൻ വയ്യ. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ അധികാര ദുർവിനിയോഗവും ഉന്നതതല ഗൂഢാലോചനയുമാണ് നടന്നിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസ് കോൺസ്റ്റബിൾ സ്ഥാനത്ത് നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രി വരെയായ ചരിത്രമാണ് സലീം രാജിൻ്റേത്. പ്രതിപക്ഷ നേതാവായിരിക്കെ ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായ സലീം രാജ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തി. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ അധികാരത്തോടൊപ്പം സഞ്ചരിച്ച് സൂപ്പർ മുഖ്യമന്ത്രി വരെയാകുക അസാധാരണ ചരിത്രമാണ് സലീം രാജിൻ്റേത്. കോട്ടയം ജില്ലയിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമായി സലീം രാജ് 2005 ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായി. പ്രതിപക്ഷ നേതാവായിരിക്കെ ബന്ധുക്കളാണ് സലീം രാജിനെ ഉമ്മൻചാണ്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് ഈ ബന്ധം ഉമ്മൻചാണ്ടിയുടെ കുടുംബം വരെ വളർന്നു. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായി. സലീം രാജിന്റെ മൊബൈൽ ഫോണായിരുന്നു പലപ്പോഴും മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി. സലീം രാജിന്റെ ഭൂമി തട്ടിപ്പ് കേസ് പരിഗണിക്കവേ ഹൈക്കോടതി തന്നെ ചോദിച്ചു, ആരാണ് യഥാർത്ഥ മുഖ്യമന്ത്രി, സലീം രാജോ ഉമ്മൻചാണ്ടിയോ? ഇതിനെ ഒരു ഉദാഹരണവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സലീം രാജിന്റെ ഭൂമി തട്ടിപ്പിനെ കുറിച്ച് DGPക്ക് പരാതി ലഭിക്കുന്നു. ഒരു നടപടിയും എടുക്കാതെ DGP പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. പിന്നീട് ഈ പരാതിയെക്കുറിച്ച് പുറം ലോകം കേട്ടിട്ടില്ല.
DGP പോലും ഭയക്കുന്ന തരത്തിൽ സലിംരാജ് വളർന്നത് എങ്ങനെയെന്നും ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. 2013 ഓഗസ്റ്റ് 4-ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VK മോഹനൻ സലിംരാജിന്റെ ടെലിഫോൺ രേഖകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. എന്നാൽ മണിക്കൂറുകൾക്കകം സർക്കാർ അപ്പീൽ നൽകി. ഉത്തരവിന് സ്റ്റേ വാങ്ങി. ഒരു കോൺസ്റ്റബിളിന്റെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുന്നതിന് എന്തിനാണ് മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനവും ഭയക്കുന്നത്? പലരും ചോദ്യം ഉയർത്തിയെങ്കിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മറുപടി പറഞ്ഞില്ല. സോളാർ തട്ടിപ്പ് കേസിൽ സലിംരാജിന് പങ്കില്ലെന്ന് 2013 സെപ്റ്റംബർ 5-ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സരിത S. നായരുമായി നിരവധി തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതിനിടെയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായുള്ള അടുത്ത ബന്ധമാണ് സലിംരാജിനെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗപ്പെടുത്താൻ കാരണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായുള്ള ബന്ധം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയത് വൻ വിവാദമായിരുന്നു. ഒരു സാധാരണ ഗവൺമെന്റ് മാത്രമായി സലിംരാജും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. CBI അന്വേഷണത്തിലെങ്കിലും ഇക്കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെന്നിന്ത്യൻ താരവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ നഗ്മയ്ക്ക് നേരെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും അപമാനശ്രമം. തന്നെ അപമാനിക്കാൻ വന്ന യുവാവിന് നേരെ നഗ്മയുടെ കനത്ത പ്രഹരം. ആ ദൃശ്യങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും കോലാഹലങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കെ തെന്നിന്ത്യൻ താരവും മീററ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ നഗ്മ വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ്. മീററ്റിലെ ജല്ലിക്കോട്ട് പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ റാലിയിൽ പങ്കെടുക്കാനെത്തിയ നഗ്മയ്ക്ക് നേരെയാണ് യുവാവിന്റെ അപമാനശ്രമം. ആവേശവും ആരാധനയും മൂത്ത യുവാവ് തിരക്കുള്ള റാലിക്കിടയിൽ നഗ്മയെ അപമാനിക്കാൻ ശ്രമിച്ചു. നഗ്മ ഇത്തവണ വെറുതെ വിട്ടില്ല. തിക്കും തിരക്കും ശക്തിപ്പെട്ടിരിക്കുന്ന റാലിയിൽ വെച്ചാണ് നഗ്മ തന്റെ അടക്കി പിടിക്കാനാകാത്ത രോഷം തീർത്തത്. മുഖമടക്കി കൊടുത്തപ്പോൾ സ്ഥലത്ത് സംഘർഷം കൂടി. എങ്കിലും തിരക്കിനിടയിൽ തന്റെ പ്രതിഷേധം അറിയിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയോടെ അവർ സ്ഥലം വിട്ടു. ജമ്മുവിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ ഒരാൾ മരണമടഞ്ഞു. 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികർക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. സൈനിക ക്യാമ്പിന് നേരെയും ആക്രമണമുണ്ടായി. ജമ്മു പാൻകോട്ടെ ഹൈവേയിൽ കണ്ട വാഹനം പിടിച്ചെടുത്ത് ജങ്കോൾട്ടയിലെ സൈനിക ക്യാമ്പിൽ ഒളിച്ച തീവ്രവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. വെടിവെപ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു. രാവിലെ 5 മണിക്കാണ് ആക്രമണമുണ്ടായത്. അതിനുശേഷം രാവിലെ മുതൽ പോലീസും പട്ടാളവും തീവ്രവാദികളെ പിന്തുടർന്നു വരികയായിരുന്നു. തീവ്രവാദികൾ തട്ടിയെടുത്ത വാഹനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ മേഖലയിൽ പട്ടാളവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സമീപകാലത്ത് നുഴഞ്ഞു കയറിയവരാകാം തീവ്രവാദികളെന്ന് പോലീസ് പറഞ്ഞു. ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ള മേഖലയിൽ ഉൾപ്പെടുന്ന ഹീരാനഗർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ നവംബറിൽ തീവ്രവാദി ആക്രമണം നടന്നിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ 3 തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം 11 പേരാണ് കൊല്ലപ്പെട്ടത്. കത്വ ജില്ലയിൽ ഇപ്പോൾ ആക്രമണം നടന്ന പ്രദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് മത്സരിക്കുന്ന ഉദ്ധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടെത്തിയവരാണ് ഭീകരരെന്നും പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വേഷം മാറിയെത്തിയ തീവ്രവാദികളാണ് ജമ്മുവിൽ ഭീതി വിതച്ചത്. ഓർക്കുക, വേഷം കാഷായമായിട്ടും കാര്യമില്ല. മനസ്സിൽ വിഷമാണെങ്കിൽ ഭയന്നേ തീരൂ. ജാഗ്രത.